ഇപ്പോൾ പൈസക്കൊരു ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇപ്പോൾ എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ അറിയാം. ഈ പൈസ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ജോലി ചെയ്തോ ബിസിനസ് ചെയ്താൽ മാത്രം പോരാ. പണത്തിന് 9 നിയമങ്ങളുണ്ട്. അറിയോ? അല്ല, ആ നിയമങ്ങൾ പഠിച്ചാൽ പൈസ ഒരു വരവുണ്ട്. ഇനി ആ പൈസ വന്നാലോ, ആ പൈസ നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ പൈസയ്ക്ക് 13 കണ്ടീഷൻസ് ഉണ്ട്. ഇത് 22 പഠിക്കണം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പഠിക്കാനായിട്ട്. അപ്പം ചിലർ പറയല്ലേ, അല്ലെങ്കിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും പൈസ എൻ്റെ കൂടെ നിൽക്കുന്നില്ല, പൈസ വലത്തേക്ക് വേണ്ടി പഠിക്കുന്നു, അപ്പം തന്നെ ഇടത്തേക്ക് വേണ്ടി പോകുന്നുണ്ട്, എൻ്റെ കൈ ഓട്ടക്കൈയാണെന്ന് പറയും. അപ്പോൾ പറയും മുസ്ലിങ്ങളാണ് ഉസ്താദിൻ്റെ അടുത്ത് പോവുക, മന്ത്രവാദി എടുത്ത് ഒരു മന്ത്രവാദി എടുത്തും പോകണ്ട. ഇതിൻ്റെ ഈ കണ്ടീഷൻസ് പഠിക്കാൻ കറക്റ്റ് ചെയ്തുകൊണ്ട്, അതായത് പൈസ കൂടുതൽ ഉണ്ടാക്കാനുള്ള നിയമങ്ങൾ 9 ലോസ്, മണി ലോസ് എന്നാണ് പറയുന്നത്, അത് നമ്മൾ പഠിക്കണം. അതോടൊപ്പം തന്നെ മണി കണ്ടീഷൻസ് 13 ഉണ്ട്. ഇതങ്ങോട്ട് പഠിച്ചാണ്ടല്ല പിന്നെ ഈ പൈസ വരികയും ചെയ്യും, നമ്മൾ വിട്ട് പോവില്ല. ഞാനിത് വളരെയധികം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ എൻ്റെ ടീമിനെ പഠിപ്പിച്ചു. പല എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിടിച്ചു പറയും, കഞ്ചാവും കള്ളുകൂടിയും ഒക്കെ നടക്കണ എവിടെ നിന്നറിയാം? ചേരിയിൽ അല്ലേ? ഞാൻ എന്നെ അവരെന്ത് പറയുമെന്ന് അറിയില്ല. ഏറ്റവും കൂടുതൽ ഈ അക്രമവും പിടിച്ചു പറിക്കുന്ന നടക്കണ അവിടെയാണ്. പക്ഷേ ഇവർ ഉണ്ടാക്കുന്ന പൈസ ഒന്നും ഇവർക്ക് ഒരു രൂപ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കൂടെ നിൽക്കുന്ന ഒരു വസ്തുവല്ല പൈസ. മണീസ് ആൻഡ് എനർജി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പൈസ കൂടെ നിൽക്കണമെങ്കിൽ ഇതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഇവരെ പഠിപ്പിച്ചു കൊടുക്കലും ഈസിയല്ല. അപ്പം അതുകൊണ്ട് ഈ പണം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് എഫേർട്ട്. അതുകൊണ്ടാണ് ഇന്ന് 11% ആൾ മാത്രമേ സമ്പന്നരുള്ളൂന്നേ. ബാക്കി 89% മിഡിൽ ഓയിൽ നിൽക്കുക. കാരണം ഇവർക്കിത് അറിയില്ല. ഇവർക്ക് ജോലി ചെയ്യാനും അറിയാം, ചിലവാക്കാനും അറിയാം. ഈ ചെലവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരുപാട് ആൾക്കാർ ചെലവെന്ന് പറയുന്നത് നമുക്ക് വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരെ. കുറച്ച് നാൾ മുൻപ് യൂസുഫ് അലി സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ വളരെ 3 ടിപ്സാണ് കൊടുത്തത്. പണം ഉണ്ടാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം എന്ന് പറഞ്ഞാൽ, അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് ഓർക്കുന്നത് വരവനുസരിച്ച് ചെലവാക്കുക എന്നുള്ള സാധനം. ഈ ചെലവ് ഒരുപാട് അങ്ങ് റേസായി പോകുന്നൊരു സമയമാണ്. കാരണം ഒരു കോഫി ആയാലും അല്ലെങ്കിൽ ഈ നമ്മൾ അപ്പിയറൻസിന് വേണ്ടി മറ്റുള്ളവരെ കാണാൻ വേണ്ടി നമ്മൾ കാണിച്ചു കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം യങ്സ്റ്റേഴ്സിലാണ് ഒരുപാട് കൂടുതൽ ആപ്ലിക്കബിൾ ആയി വരുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം പെട്ടിരിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട്. അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണുന്നതാണ്. മിഡിൽ ക്ലാസ് പ്ലസ് ജനറൽ കാറ്റഗറി ആൻഡ് ദി എൽഡസ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞ ഈ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, ആ കാറ്റഗറി ഉള്ളവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നത്. സാറിന് ഒരൊറ്റ സിംഗിൾ മൈന്യൂട്ട് ടിപ്പ് കൊടുക്കാൻ പറ്റിയാൽ സ്റ്റാർട്ട് ദിസ് ഫ്രം ടുഡേ എന്ന് പറയുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഒറ്റ കാര്യം പറയാനുള്ളൂ. അതായത് നമ്മൾ ധാരാളിത്തം ചെയ്യാതിരിക്കാം. അതായത് പണ്ടത്തെ കാരണന്മാർ പറഞ്ഞിട്ടുണ്ട്, ഉരുളക്കനുസരിച്ച് വാ തുറക്കാൻ പാടുള്ളൂ. ഒരു പരിധി വരെ കറക്റ്റ് ആണെങ്കിലും അതിൽ നമ്മൾ ഉരുളക്കനുസരിച്ച് വാ തുറക്കുമ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉള്ളതിനനുസരിച്ച് ജീവിക്കാൻ പാടും. അങ്ങനെയല്ല. നമ്മൾ എത്ര റവന്യൂ വരുന്നുണ്ടോ ആ റവന്യൂവിൽ നിന്ന് ഇന്ന സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്കം എന്താണ്? ഫോർ എക്സാമ്പിൾ 1.5 ലക്ഷം രൂപ ഐഫോൺ മേടിച്ചു. എന്തിന്? അതേസമയം ആ 1.5 ലക്ഷം മേടിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാ? ഇല്ലെങ്കിൽ അത് വാങ്ങരുത്. യൂസുഫ് അലി പറഞ്ഞ സെയിം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ 20,000 രൂപയുടെ ഒരു സാധാ ഓപ്പോ ഫോൺ മേടിച്ചിട്ട് 1.30 പണിക്ക് വിട്. നാളെ അതിൽ നിന്ന് കിട്ടുന്ന ഹൈ റിട്ടേൺ, ആ പ്രോഫിറ്റ് കൊണ്ട് പഠിക്കണം. ആ പ്രോഫിറ്റ് ഇപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കോട്ടേജിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തായിരിക്കും. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഞങ്ങൾ ഏറ്റവും ചുരുങ്ങിയതൊരു ഞാൻ പറയാം 10,000 റുപ്പീസ് വരെ ഏറ്റവും മാക്സിമം കിട്ടുമായിരുന്നു. അപ്പോൾ ഈ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ 10 മാസം കൊണ്ട് ഈ പറഞ്ഞ ലെവലിൽ പോവുകയാണെങ്കിൽ 1 ലക്ഷം തിരിച്ചു കിട്ടി. നീ പഠിച്ചോ? ആ 1 ലക്ഷം ഇവിടെ സേഫായി എടുക്കുന്നില്ലേ? ലാഭത്തിൽ നിന്ന് പഠിക്കാം. പക്ഷെ നമ്മൾ ക്യാപിറ്റൽ എമൗണ്ട് മേടിച്ചാൽ വീണ്ടും സ്ട്രഗിളിലേക്കാണ് പോണത്. അപ്പോൾ ഇതവർ ചിന്തിക്കാണ്ട് അപ്പം തന്നെ അങ്ങനെ വാങ്ങിയിട്ട് നേരെ താഴേക്കാണ് പോണത്. അപ്പം നമ്മൾ എന്തൊരു സാധനം മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഇത് മേടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എനിക്ക് എന്ത് ഇൻകം കിട്ടും? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇൻകം ജനറേറ്റിംഗ് അസറ്റും ഉണ്ട്. ഇപ്പോൾ ഒരു ചിലർ കാണാം, പെട്ടെന്ന് തന്നെ ആളുകൾ മുമ്പിൽ പേരിട്ട് അവിടെ പ്രീമിയം കാർ മേടിക്കാം. ഈ പ്രീമിയം കാറ് മേടിക്കാൻ ഒരു പക്ഷേ എഫേർട്ട് എടുത്ത് വാങ്ങും. ഇതിന് കൊണ്ടു നടക്കൽ കുറച്ച് പണിയാണ്. ഒന്ന് വർക്ക്ഷോപ്പിൽ കയറ്റുമ്പോഴാണ് അറിയുക അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പുതിയ കാർ മേടിക്കുമ്പോൾ ഒരു സർവീസിന് 40,000 50,000 വേണം. ഇത് 10,000 കിലോമീറ്റർ കൊടുക്കണം. അതേസമയം പഴയതാണെങ്കിൽ വർക്ക്ഷോപ്പിൽ വലിയ അതിൻ്റെ പാർട്സിനൊക്കെ വലിയ റേറ്റാണ്. പറയുമ്പോൾ പ്രീമിയം കാർ, ഇത് ഒറ്റ കാരന്മാർ ജീവിതം ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് സ്റ്റേബിളായിട്ട് നിന്നിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കറക്റ്റ് എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും. അതുമായിട്ട് നമുക്ക് എപ്പോഴും ഇപ്പം ചിലർ പറയാറുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ടി വി ഉണ്ടോ? ടി വി ഉണ്ടെങ്കിൽ അത് കാണാൻ പാടില്ല എന്ന് പറയുന്നത്. ടി വി കാണണമെങ്കിൽ
1 മണിക്കൂർ ടി വി കാണണമെങ്കിൽ നിങ്ങളുടെ വരുമാനം ഒരു ദിവസം 20,000 രൂപ വേണമെന്നാണ് പറയണേ, പെർ ഡേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ ആരും ടി വി കാണാൻ പറ്റൂടെ? ഞാൻ പറഞ്ഞല്ലേട്ടാ, ഇതിനെക്കുറിച്ചുള്ള ഈ സമ്പത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് പറയേണ്ടത്, ടി വി 1 മണിക്കൂർ നിങ്ങൾക്ക് കാണണമെങ്കിൽ 20,000 രൂപ ഡെയിലി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആ പൈസ ഉണ്ടാക്കിയിട്ട് ബാക്കി സമയം ടി വി വേണ്ട, അല്ലാണ്ട് കാണരുത്. കറക്റ്റ്. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ടി വി എന്ന് പറയുന്ന ടെലിവിഷൻ കൾച്ചറിൽ നിന്ന് ഒരുപാട് മാറി. നമ്മളിപ്പോൾ എല്ലാവരും ഫോണിലാണല്ലോ ഒരുപാട്. സാർ പേഴ്സണലി എങ്ങനെയാണ്, ഫോണിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണോ, ഓർ വർക്ക് പർപ്പസിന് മാത്രം ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണോ? ഞാൻ ഫോണിൽ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. അത് സ്പെൻഡ് ചെയ്യുന്നത് ഓൺലി ബിസിനസ് പർപ്പസ്. ഇപ്പോൾ അറിയാലോ, യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട് അല്ലേ, നമുക്ക് അത് കാണാൻ നിന്ന് അതിനെ നേരം ഉണ്ടാവുള്ളൂ. അതെന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പറയാം, നമുക്ക് 2 തരത്തിൽ ഉപയോഗിക്കാന്ന് പറയും. അതും ഇതേമാതിരി തന്നെ, അതും ഒരു ഇൻകം ജനറേറ്റിംഗ് ടൈം, മറ്റേത് സമയം വേസ്റ്റ് പോലെ വെറുതെ സമയം കളയാൻ. അതെ. അപ്പൊ നമുക്ക് അതിൽ യൂട്യൂബ് നോക്കുമ്പോൾ എന്തെങ്കിലും പഠിക്കാനാണെങ്കിൽ ഒരുപാട് പഠിക്കാനുള്ള സാധനങ്ങൾ യൂട്യൂബിലുണ്ട്. അത് നോക്കി പഠിക്കാം നമുക്ക്. ആ പഠിച്ചു കഴിഞ്ഞാൽ അതിന് പൈസ ഉണ്ടാക്കാം. മറ്റേതാണ് വെറുതെ സമയം കളയണം. നമുക്ക് ഇങ്ങനെ പറയും, 1000 ആനകൾ കെട്ടിവലിച്ചാലും കിട്ടാത്ത ഒന്നാണ് സമയം. കഴിഞ്ഞ ഇപ്പൊ ഇന്ന് ഡേറ്റ് 22 അല്ലേ, അതായത് ഈ 22-ാം തീയതിക്ക് 2025 മെയ്, ഈ സമയം കഴിഞ്ഞു പോയി 1 മണിക്കൂർ കിട്ടില്ല. 1000 ആനകൾ കെട്ടിവലിച്ചാലും കിട്ടില്ല. അത് അത്രയും വില കൂടി ഒന്നാണ് സമയം എന്ന് പറയുന്നത്. ആ സമയം വെറുതെ ഇരുന്ന് യൂട്യൂബിൽ കളയാനുള്ളതല്ല, വേസ്റ്റായിട്ട് കളയാനുള്ളതല്ല. അത് നമ്മളങ്ങനെ നമ്മളൊരു കൂട്ടം ആൾക്കാർ യൂട്യൂബിലും അങ്ങനെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ മറ്റു ചിലർ അതിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഒരു വേറൊരു വശം എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഇല്ല. അത് സാറിന് ഇപ്പൊ നേരത്തെ പറഞ്ഞു ഐഫോൺ വാങ്ങുന്ന ഒരു കേസ്. ഈ ഐഫോൺ വാങ്ങി അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഐഫോൺ എന്ന് പറയുന്നത് സാറിനെ സംബന്ധിച്ച് ഒരു വെൽത്ത് ആയിട്ട് സാർ കൺസിഡർ ചെയ്യുമോ? തീർച്ചയായിട്ടും അത് ഒരു ഇൻകം ജനറേറ്റിംഗ് അസറ്റേ. ഇപ്പൊ ഐഫോൺ മേടിച്ചു, അതിലൂടെ യൂട്യൂബിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതവന് ടൂളാ, വർക്കിംഗ് ടൂളാ, അതൊക്കെയാണ്. എല്ലാത്തവരും എന്തിനാ ആൾക്കാരും ഗമ കാണിക്കാൻ. പക്ഷെ അതിനുള്ള ബാക്കപ്പ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അവർക്ക് നോ പ്രോബ്ലം. അപ്പൊ അതിനകത്ത് അനുസരിച്ചുണ്ടെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഒരുപാട് നമ്മൾ സക്സസ് ഉണ്ടാവുക, നമ്മുടെ ഓരോ സ്റ്റെപ്പിംഗ് സോൺസ് കഴിഞ്ഞ് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പൊ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. സാറിനെ സംബന്ധിച്ച് അത് നല്ലതാണോ, അതോ അത് ഒരു സാധാരണമായി നടക്കുന്ന ഒരു കാര്യമാണോ, അതോ മോശമായിട്ടാണോ സാർ കാണുന്നത്? അതായത് ഇപ്പം എൻ്റെ കൂടെ തന്നെ പണ്ടുണ്ടായിരുന്ന ഒരുപാട് പേരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു നോട്ടത്തിൽ അത് ശരിയാണ്. കാരണം എല്ലാവരും വിജയിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കില്ല. അത് പ്രകൃതി പ്രതിഭാസമാണ്, അത് വരും പോകും. അതിൽ ഒരു ഇപ്പോൾ എക്സാമ്പിൾ 100 പേര് വന്നാൽ 90 പേര് പോകും, 10 പേരെ നിൽക്കുള്ളൂ. ആ 10 പേരെ കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റ് 90 പേരെ പിന്നാലെ പോയാലോ നമ്മളുള്ള സമയം പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വല്ലാണ്ട് മുഖവില കൊടുക്കാറില്ല. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ബിസിനസ് തന്നെ 36 പേരോളം എൻ്റെ സിൽവർ സ്പൂൺ ഹോട്ടലിൽ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിൽ നിന്ന് പോയിട്ട് കമ്പനി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അവർക്ക് പ്രൊമോട്ട് ചെയ്യുന്നു, കുഴപ്പം നിങ്ങൾ തുടങ്ങിക്കോ, നല്ല കാര്യമല്ല. കാരണം അവർക്കുള്ള എല്ലാ സഹായങ്ങളും എന്തുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എന്നും നമ്മൾ നിൽക്കണമെന്നില്ല, നമ്മുടെ കൂടെ നിൽക്കണമെന്നില്ല. അപ്പം അങ്ങനത്തെ ഉണ്ട് എന്ന് വെച്ച് എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കണമെന്നില്ല, രണ്ടും ഉണ്ട് അതിൽ. പക്ഷേ കുറേ പേരൊക്കെ ചെയ്ത് പരാജയപ്പെട്ട് എനിക്ക് 1-2 പേരൊക്കെ അതിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെയുണ്ട് അതിൽ റേഷ്യോ നോക്കി കഴിഞ്ഞാൽ.